കുറെ കാലം വെയിറ്റ് ചെയ്തതിന്റെ ഒരു പൂർത്തീകരണം എത്തുന്നു എന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ റോസിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ കഥാനായകനെ വിളിക്കാൻ പോവുകയാണ്. ആ ചടങ്ങാണ് ആദ്യമായിട്ട്. വിളിക്കട്ടെ ഞാൻ എല്ലാരെയും. ജോയിക്ക് മധുരം കൊടുക്കട്ടെ. ഫസ്റ്റ് മീറ്റ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച മാസ്റ്റേഴ്സിനെ കണ്ടു. ഇഷ്ടപ്പെടുന്നതും കൂടുതൽ അറിയുന്നതും കാലം കഴിഞ്ഞിട്ട് പക്ഷെ ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും നമ്മളിപ്പോൾ കുറച്ച് മൂടൗട്ട് ആണെങ്കിലും പുള്ളിയുടെ ചിരിയാണ് നമ്മൾ ലൈറ്റപ്പ് ആവും. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റുകളൊക്കെ ഭയങ്കര മാച്ചാണ്. എവിടെ പോയാലും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടൻ, ചേച്ചി അവർ രണ്ടുപേരും മാരീഡ്. അപ്പോൾ അളിയനുണ്ട്, ചേട്ടത്തിയുണ്ട്. ഒരു ഹാപ്പി ഫാമിലി. ഞാൻ ഏറ്റവും മൂത്തയാളാണ്. എൻ്റെ ഇളയാളാണ്. ഞങ്ങൾ തമ്മിൽ 3 വയസ്സ് പ്രായ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും അവൻ എനിക്ക് ഇപ്പോഴൊരു കുഞ്ഞായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞനി എന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര ഇമോഷണലായൊരു മൊമെൻ്റാണ്. കുഞ്ഞായ ഒരാൾ കല്യാണം കഴിക്കുന്നു, വലിയൊരാളായൊരു ഫീലൊക്കെ. അവൻ ഡാനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ കൊച്ചനീൻ അങ്ങനെ ഒരാൾ കണ്ടുപിടിച്ച ഫീലൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇപ്പം ഇങ്ങനെ വീട്ടുകാരൊക്കെ സംസാരിച്ച് പരസ്പരം അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് പിന്നെ 2 ഫാമിലീസും കംപ്ലീറ്റ്ലി എഗ്രി ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് സ്വപ്നം കണ്ട പോലെയുള്ള ലൈഫ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കും. അത് എനിക്ക് 2 പേർക്ക് അറിയാം. വളരെ സന്തോഷം ഈ മൊമെന്റിൽ. അവന് ഓൾ ദ ബെസ്റ്റ് അവൻ്റെ ലൈഫിൽ.